തൃശൂർ പൂരത്തിന് മുന്നോടിയായി തേക്കിൻകാട് മൈതാനത്ത് ആനകളുടെ ഫിറ്റ്നസ് പരിശോധന. എഴുന്നള്ളിപ്പുകളിൽ പങ്കെടുക്കുന്ന പാറമേക്കാവ്, തിരുവമ്പാടി വിഭാഗങ്ങളുടെ ആനകളെയാണ് കായികക്ഷമത പരിശോധിച്ചത്. മൃഗസംരക്ഷണ വകുപ്പിന്റെയും വനം വകുപ്പിന്റെയും നേതൃത്വത്തിലായിരുന്നു പരിശോധനകൾ. തേക്കിൻകാട് മൈതാനത്തു നിന്നും KM ഉമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തൃശൂർ പൂരത്തിന് മുന്നോടിയായി ആനകളുടെ ഫിറ്റ്നസ് പരിശോധന തേക്കിൻകാട് മൈതാനത്ത് പുരോഗമിക്കുകയാണ്. ഈ കാണുന്ന പോലെ നിരവധിയായ ആനകൾ, ഏതാണ്ട് 90ഓളം ആനകൾ ഈ തേക്കിൻകാട് മൈതാനത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇവ ഓരോന്നിനെയും വനം വകുപ്പിൻ്റെയും ഒപ്പം വെറ്റിനറി ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. ഇവിടെയാണ്, ഈ കാണുന്ന സ്ഥലത്താണ് ആനകളുടെ പരിശോധന നടക്കുന്ന. പരിശോധന പൂർത്തിയാക്കി അവയ്ക്ക് ഫിറ്റ്നസ് ഉണ്ട് എന്ന് ഉറപ്പായാൽ ഉടൻ അതിന് സർട്ടിഫിക്കറ്റ് നൽകുകയാണ്. ആ തരത്തിൽ നാളെ എഴുന്നള്ളിപ്പിന് സജ്ജരാകേണ്ട ആനകളാണ് ഇവയെല്ലാം. അതുകൊണ്ട് ഓരോന്നിനും മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല എന്നുള്ളത് അവർ തന്നെ, ഉദ്യോഗസ്ഥർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആനയ്ക്ക് മതപ്പാടുണ്ടോ, അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ, മതപ്പാട് മറ്റു മുറിവുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ പരിശോധിച്ച് വരുന്നത്. മതപ്പാടോ അങ്ങനെ എന്തെങ്കിലും മുറിവുകളോ ഉണ്ടെങ്കിൽ അവയെ മാറ്റി നിർത്തും. ജില്ലാ വെറ്റിനറി ഓഫീസറുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ പരിശോധനകളടക്കം നടക്കുന്നത്. ഇപ്പോൾ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ശ്രീ അജിത് ബാബു കൈരളി ന്യൂസ് ബ്യൂറോയിൽ ചേരുകയാണ്. സാർ, എന്തൊക്കെയാണ് പ്രധാനമായും പരിശോധിക്കുന്നത്? അതായത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ പൂരമാണ്. അതുകൊണ്ട് തന്നെ കാണികളുടെ വളരെ ഒരു വലിയ ബാഹുല്യം ലോകത്തുള്ള മുഴുവൻ ആനപ്രേമികളും കാത്തിരിക്കുന്ന ഒരു ഉത്സവമാണ്. അപ്പോൾ അതിൽ വളരെ സുരക്ഷിതമായിട്ട് ഈ ഒരു ആഘോഷം നടത്തുന്നതിനായിട്ട് നമ്മളിവിടെ പങ്കെടുക്കുന്ന മുഴുവൻ ആനകളെയും ഇന്ന് പരിശോധിച്ച് അവയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കും. അങ്ങനെ ഫിറ്റ്നസ് കൊടുത്ത ആനകളെ മാത്രമേ നമുക്ക് ഇവിടെ പങ്കെടുപ്പിക്കുകയുള്ളൂ. അതിനായിട്ട് ഇവിടെ തിരുവമ്പാടി, പാറമേക്കാവ് 2 ദേവസ്വങ്ങളുടെ ആഭിമുഖ്യത്തിലാണ് ഈ ആനകൾ ഇവിടെ എത്തിക്കുന്നത്. ഈ 2 വിഭാഗത്തിൻ്റെ ആനകളെ പരിശോധിക്കുന്നതിനും 2 സ്പെഷ്യലൈസ്ഡ് ടീമുകൾ നമ്മൾ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഓരോന്നിലും ഒരു 25ഓളം ഡോക്ടർമാരടങ്ങുന്ന സംഘമാണ്. അവർ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രി 12 മണി വരെ പരിശോധിക്കും. പിന്നെ രാവിലെ കുറച്ച് ആനകൾ രാവിലെ പരിശോധിക്കുന്നുണ്ട്, അവയും പരിശോധിക്കുന്നു. ഇവയുടെ ഫിറ്റ്നസ് പരിശോധന എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ആരോഗ്യ പരിശോധനയാണ്. ഇവ മതപ്പാടിലാണോ, അതല്ലെങ്കിൽ വലിയ രോഗങ്ങളോ മറ്റ് അസുഖങ്ങൾ എന്തെങ്കിലും ഉള്ള ആനകളാണെങ്കിൽ അവയെ ഇപ്പോൾ തന്നെ മാറ്റുന്നുണ്ട്. ഇതിന് പുറമെ ഈ മുറിവുകളും ഒക്കെ ഉള്ള ആനകളുണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഈ ആനപ്രേമികളുടെയൊക്കെ വളരെ സജീവമായൊരു ഇടപെടലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എഴുന്നള്ളിപ്പ് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ശാരീരിക അവസ്ഥ പരിശോധിക്കുന്നുണ്ട്. ഇതിന് പുറമെയായിട്ട് ഈ ആനകൾ എല്ലാം വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ മൈക്രോ ചിപ്പ് ഘടിപ്പിച്ച് തിരിച്ചറിയൽ രേഖയുള്ളതാണ്. അപ്പോൾ ഇവയുടെ മൈക്രോ ചിപ്പ് റീഡിംഗ് നടത്തി ഈ ആനകളുടെ ഹിസ്റ്ററി നമുക്ക് എടുക്കാൻ പറ്റും. ഇവയുടെ മതത്തിൻ്റെ പീരീഡും ഇതിനു മുമ്പുള്ള ഇവരുടെ ചരിത്രം അറിയാൻ സാധിക്കും. അപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഉത്സവങ്ങളിൽ പങ്കെടുപ്പിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടാക്കിയുള്ള ആനകളുണ്ടെങ്കിൽ അവയെ പ്രത്യേകം നിരീക്ഷിക്കും. ഇങ്ങനെ ഫിറ്റ്നസ് കൊടുക്കുന്ന ആനകളെ നമ്മളിതിൽ പങ്കെടുപ്പിക്കും. ഈ കുടമാറ്റം ചടങ്ങിൽ പങ്കെടുക്കുന്ന 30 ആനയ്ക്ക് പുറമെ ഘടകപൂരങ്ങളിലായിട്ട് വരുന്ന മൊത്തം ഒരു 90ഓളം ആനകൾ ഇവിടെ എത്തുന്നതാണ് നമ്മൾ കണക്കൂട്ടുന്നത്. ഇവയെല്ലാം പരിശോധിച്ചിട്ടും ഫിറ്റ്നസ് കൊടുത്താലും നമ്മൾ ഈ പകൽപൂരം തീരുന്ന 7-ാം തീയതി ഉച്ചവരെ നമ്മുടെ സ്ക്വാഡ് സജീവമായിട്ട് ഇവിടെ ഉണ്ടാകും. ഇത് എല്ലാവിധ നിയന്ത്രണ സംവിധാനങ്ങളും, നമുക്ക് മയക്കുപടി ഇല്ലാതെ പിടിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ, അതല്ല മയക്കുപടി വേണ്ടുവന്ന അതിനുള്ള സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും എല്ലാം സുസജ്ജമായിട്ട് നമ്മൾ കരുതിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ എലിഫന്റ് സ്ക്വാഡും വനം വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും ചേർന്നിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നത്. തീർച്ചയായും അത്തരത്തിൽ ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും വനം വകുപ്പും ജില്ലാ മൃഗസംരക്ഷണ വകുപ്പും ഒക്കെ ചേർത്ത് വളരെ വിശദമായ പരിശോധനയും സുരക്ഷയും ഒക്കെ ഉറപ്പുവരുത്തുന്ന തരത്തിൽ തന്നെയാണ് പരിശോധന പുരോഗമിക്കുന്നത്. ഫിറ്റ്നസ് ഉണ്ട് എന്നുറപ്പുള്ള ആനകൾ മാത്രമേ നാളെ ഈ പൂരപ്പറമ്പിലേക്ക് എത്തൂ എന്നുള്ളതാണ്. അത്തരത്തിൽ എല്ലാവിധ പരിശോധനയും ഇപ്പോൾ പുരോഗമിക്കുകയാണ്.